الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فعن البراء بن عازب رضي الله عنه قال: خرج النبي صلى الله عليه وسلم يوم أضحى فصلى ركعتين ثم أقبل علينا بوجهه وقال: إن أول نسكنا في يومنا هذا أن نبدأ بالصلاة ثم نرجع فننحر، فمن فعل ذلك فقد وافق سنتنا، ومن ذبح قبل ذلك فإنما هو شيء عجله لأهله ليس من النسك في شيء. റവാഹുൽ ഇമാമുൽ ബുഖാരി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ ദുൽഹജ്ജിൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു പകലിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്തുകൾ ധാരാളമാക്കി തരട്ടെ. നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഹാജിമാർ ഹജ്ജിൻ്റെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായ അറഫയിൽ നിൽക്കുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയത്താണ്. അല്ലാഹു തആല അവർക്കൊക്കെയും സ്വീകാര്യോഗ്യമായ ഹജ്ജും മറ്റ് അമലുകളും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ദുആകൾക്കൊക്കെ അല്ലാഹു ഇജാബത്ത് കൊടുക്കട്ടെ. നമുക്ക് ആ ഭാഗ്യം ഹജ്ജ്, ഉംറ, റൗള സിയാറ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബറാഉ ഇബ്നു ആസിബ് തങ്ങളിലൂടെ ഉദ്ധരിക്കപ്പെട്ടൊരു സംഭവം, തിരുനബിയുടെ ഒരു പെരുന്നാൾ നിസ്കാരവും തുടർന്നുള്ള ഖുതുബയും അതിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയവും അതാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചത്. ബലിപെരുന്നാളിൻ്റെ അന്ന് തിരുനബി തങ്ങൾ റൂമിൽ നിന്ന്, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഫസല്ല റക്അത്തൈൻ, ആദ്യമായി വന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹിഹി, പിന്നെ ഞങ്ങൾക്ക് അഭിമുഖമായി തിരുനബി തങ്ങൾ നിന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഖുതുബയാണ് ഉണ്ടാവുക. വഖാല, അതിൽ അല്ലാഹുവിൻ്റെ ദൂതർ പറഞ്ഞു: ഇന്ന അവ്വല നുസുക്കിന ഫീ യൗമിനാ ഹാദാ, നമ്മുടെ ഈ വിശേഷപ്പെട്ട ദിവസം ഉണ്ടല്ലോ, പെരുന്നാൾ ദിവസം, ഈ ദിവസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ആരാധനകളിൽ ഏറ്റവും ആദ്യത്തേത് അന്നബദാ ബിസ്സലാ, നമ്മൾ നിസ്കാരം കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. സുമ്മനർജിഅ, നിസ്കാരവും ഖുതുബയും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക. ഫനൻഹറ, എന്നിട്ട് ബലിയറക്കുക. ഫമൻ ഫഅല ദാലിക, ഈ ഒരു ക്രമപ്രകാരം ആരെങ്കിലും ചെയ്താൽ ഫഖദ് വാഫഖ സുന്നതനാ, നമ്മൾ കാണിച്ചിട്ടുള്ള ഈ സുന്നത്ത്, മാതൃകാ പ്രവർത്തനം, ദീനിന്റെ ചിട്ട, ആ സുന്നത്തിനോട് ഒത്തു പ്രവർത്തിച്ചവനായി. അതേസമയം വമൻ ദബഹ ഖബല ദാലിക, നിസ്കാരവും മറ്റൊക്കെ കഴിയുന്നതിനു മുമ്പേ ഒരുത്തം പോയിട്ട് അങ്ങോട്ട് അറുത്ത്, അങ്ങനെ അറുത്താലും അറവാകും, കഴുത്തു മുറിയും, ഒക്കെ കുഴപ്പമില്ല, അറവൊക്കെ ശരിയായ അറവല്ല. പക്ഷേ ഇന്നമാ ഹുവ ശൈഉൻ അജ്ജലഹു ലിഅഹ്ലിഹി, അത് പുരക്കാർക്ക് വേണ്ടി കുറച്ച് നേരത്തെ ഒരു കാര്യം ചെയ്തു എന്നേ അതുകൊണ്ടുണ്ടാകുന്നുള്ളൂ. ലൈസ മിനൻ നുസുകി ഫീ ശൈഇ, പെരുന്നാളിന്റെ ആരാധനകളിൽ ഒന്നുമേ അല്ല. അതായത് ബലി അറുക്കുമ്പോൾ അതിന് ചില നിബന്ധനകളും ചിട്ടയും അതിന് കുറച്ച് ക്രമവും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കുമ്പോഴേ പെരുന്നാളിന്റെ അന്നത്തെ ഈ ഇബാദത്ത് എന്ന കൂട്ടത്തിൽ അതിനെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതിലേതിനെങ്കിലും തകരാറ് സംഭവിച്ചാലോ അത് പെരുന്നാളിന്റെ ഇബാദത്തുകളിൽ അത് ഉൾപ്പെടില്ല. അത് പുറക്കാർക്ക് കൂട്ടാൻ വെക്കാൻ ഇറച്ചി കിട്ടി എന്നേ പറയാനുള്ളൂ. അതാണ് അതിന്റെ ചുരുക്കം. അപ്പോ നിസ്കാരം കഴിഞ്ഞ് ശേഷമാണ്
അറവ് നടക്കേണ്ടത്. നേരം വെളുക്കുമ്പോഴേക്കും അർത്ഥം കൂട്ടുക എന്നല്ല. നിസ്കാരമാണ് അന്നത്തെ ദിവസത്തെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഇബാദത്ത്. തന്നെയുമല്ല, വെള്ളിയാഴ്ചത്തെ ജുമഅകൾക്കൊക്കെ ആദ്യം ഖുതുബയും പിന്നെ നിസ്കാരവുമാണ്. അതേസമയത്ത് ഈ പെരുന്നാൾ പോലെയുള്ള ഇതുപോലുള്ള ഇബാദത്തുകളിലെല്ലാം ആദ്യം നിസ്കാരവും പിന്നെ ഖുതുബയുമാണ്. ഈ നിസ്കാരവും ഖുതുബയും രണ്ടും ചേർന്നതാണ് അന്നത്തെ ഇബാദത്ത്. ചില ആളുകൾ നിസ്കാരം ആദ്യം നടക്കുന്നത് കൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേഗം പോകും. ഖുതുബ എന്നുള്ളതിന് അവർ പരിഗണിക്കുന്നില്ല. അങ്ങനെയല്ല, നിസ്കാരവും ഖുതുബയും രണ്ടും ഉൾപ്പെട്ടതാണ്. വെള്ളിയാഴ്ചത്തെ ജുമഅ അങ്ങനെ തന്നെ, പെരുന്നാൾ ജുമഅകളും അങ്ങനെ തന്നെ. എല്ലാ ഇബാദത്തുകളും നിസ്കാരവും ഖുതുബയും അത് രണ്ടും ഉള്ളിടത്ത് ഖുതുബ ആദ്യം വന്നാലും പിന്നെ വന്നാലും ഇത് രണ്ടും കൂടി ഉൾപ്പെടുകയും രണ്ടും കൂടി പിന്നെ സാന്നിധ്യപ്പെടുകയും ചെയ്യുമ്പോൾ രണ്ടിലും കൂടുന്ന ആളുകൾക്ക് മാത്രമേ അന്നത്തെ ആ ജുമഅ എന്നത് ലഭ്യമാവുകയുള്ളൂ. ഏതായിരുന്നാലും തിരുനബി തങ്ങൾ അന്നത്തെ ബലിപെരുന്നാളിന്റെ അന്നത്തെ ഇബാദത്തിന്റെ ക്രമം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ നിസ്കാരമാണ് നിർവഹിക്കുന്നത്, അത് കഴിഞ്ഞു പോയിട്ടാണ് നമ്മൾ അറക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ സുന്നത്തിനോട് യോജിക്കുന്നത്. അതല്ലാത്ത പക്ഷം നേരത്തെ ആരെങ്കിലും പോയിട്ട് അറവ് നടത്തിയാൽ അത് വീട്ടുകാർക്കൊക്കെ കുറച്ച് സൗകര്യത്തിൽ നേരത്തെ ഇറച്ചി കിട്ടും എന്നതല്ലാതെ അത് നമ്മുടെ പെരുന്നാളിന്റെ ഇബാദത്തുമായി യാതൊരു ബന്ധവും അതിനുണ്ടാവില്ല. ബലി അറക്കുമ്പോ അതിന് ചില സുന്നത്തുകൾ പാലിക്കാനുണ്ട്. സാധാരണ പെട്ടെന്ന് പോയിട്ട് കോയിൽ അറക്കുമ്പോൾ അങ്ങോട്ട് അറക്കല്ല. ഇതൊരു പ്രത്യേക ഇബാദത്തിന്റെ അറവാണ് എന്ന് നമുക്ക് ബോധം ഉണ്ടാവണം. അറക്കുന്നതിന് മുമ്പ് ഒരു 3 തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു 3 തക്ബീർ ചൊല്ലണം. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലണം. എന്നിട്ട് വീണ്ടും തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അക്ബർ എന്നാണെങ്കിൽ ബെസ്റ്റായി. ഇനി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അങ്ങനെയും പറയാം. ബിസ്മില്ല ഷോർട്ടാക്കിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്വലാത്ത് ചൊല്ലണം നമ്മൾ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വസല്ലി എന്ന് തിരുനബിയുടെ മേലിലും കുടുംബത്തിനും സ്വലാത്തും സലാമും ചൊല്ലണം. എന്നിട്ട് പറയണം ഒരു ദുആ, അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക. അല്ലാഹുവേ, ഇത് നിന്നിൽ നിന്നുള്ളതാണ്, നിന്നിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മൃഗത്തെ വാങ്ങാനുള്ള ശേഷിയും ഇതിനുള്ള സൗകര്യങ്ങളും എല്ലാം അല്ലാഹുവേ നീയാണ് തന്നത്. നിന്നിലേക്ക് ഞാൻ ഇതാ ഒരു ഇബാദത്തായി ഞാൻ ഇതിനെ സമർപ്പിക്കും. അതുകൊണ്ട് ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് സ്വീകരിക്കണേ. കമാ തഖബ്ബൽത മിൻ മുഹമ്മദിൻ നബിയിക വ ഇബ്രാഹീമ ഖലീലിക. പടച്ചോനെ, ഇത് എൻ്റെ അടുത്ത് നിന്ന് നീ സ്വീകരിക്കണം. ഏതുപോലെ തിരുനബിയിൽ നിന്ന്, നിന്റെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ, വ ഇബ്രാഹീമ ഖലീലിക, നിന്റെ ചങ്ങാതി ഖലീലായ ഇബ്രാഹിം നബിയിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ സാധുവായ എന്നിൽ നിന്നും സ്വീകരിക്കണേ പടച്ചോനെ എന്ന് പറഞ്ഞു ദുആഇക്ക. ഇതൊക്കെ അതിൻ്റെ ചിട്ടകളിൽ പെട്ടതാണ്. ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ മൃഗത്തെ ആ മൃഗത്തിന്റെ ഇടതുഭാഗത്ത് ചരിച്ചിട്ടാണ് കിടത്തേണ്ടത്. നമ്മൾ സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുഭാഗം ചെരിഞ്ഞ് കിടക്കുക എന്നല്ലേ പറയാം. അതിനാണല്ലേ നമുക്ക് ശ്രേഷ്ഠത. പക്ഷെ അറക്കാൻ വേണ്ടി മൃഗത്തെ ചെരിച്ച് കിടത്തുമ്പോൾ മൃഗത്തിന്റെ ഇടതുഭാഗത്ത് ചെരിച്ചിട്ട് കിടത്തണം. ആ മൃഗത്തിന്റെ മുൻഭാഗവും അറക്കുന്നയാളുടെ മുൻഭാഗവും അയാളും രണ്ടാളും ഖിബില കൊള്ളെ ആകുന്ന വിധത്തിൽ ഖിബില കൊള്ള തിരിച്ചിട്ടാണ് മൃഗത്തെ കിടത്തേണ്ടത്. അറക്കുന്നയാൾ നിൽക്കുന്നതും ഖിബില കൊള്ള നിന്നിട്ടാവണം. അപ്പൊ അറക്കുന്നയാളുടെ വലതുഭാഗത്തേക്കായിരിക്കും മൃഗത്തിന്റെ ഉടല് വരിക, തല ഇടതുഭാഗത്തേക്ക് വരും. അവിടെ നിന്നാണ് ഈ കഴുത്തിൽ വെച്ചിട്ട് അറക്കേണ്ടത്. വലതുഭാഗത്തേക്കാണ് ഉടല് വരുന്നത്. അങ്ങനെയാണ് ആ മൃഗത്തെ കിടത്തേണ്ടത്. അങ്ങനെ കിടത്തിയിട്ടാണ് ഈ പറയപ്പെട്ട ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് അറക്കേണ്ടത്. പിന്നെ അറക്കുന്നതിന് മുമ്പ് ആ മൃഗത്തിന് വെള്ളം കൊടുക്കണം. അതൊക്കെ അതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്.
പിന്നെ കത്തി നല്ലോണം മൂർച്ചയാവണം, പെട്ടെന്ന് അറവ് കഴിയണം. കുറേ വെറുതെ ഇങ്ങനെ വെച്ച് മുറിച്ച് അതിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. പെട്ടെന്ന് ആ പിന്നെ അന്നനാളവും ശ്വാസനാളവും മുറിയത്തക്ക വിധം ആ മുറിവ് അവിടെ പെട്ടെന്നായി തീരണം. അതിന് പറ്റുന്ന രൂപത്തിൽ കത്തി നന്നായി മൂർച്ച കൂട്ടണം. പിന്നെ ഒരു മൃഗത്തെ അറക്കുമ്പോൾ വേറൊരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് അറക്കരുത്, കാണാതെ അറക്കണം. കാരണം പരസ്പരം മൃഗങ്ങൾ തമ്മിൽ കാണുന്ന രൂപം ഉണ്ടാവരുത്. തൊഴുത്തിൽ കെട്ടിയെടുത്തുനിന്ന് അറക്കാൻ വേണ്ടി ഉലുഹിയ്യത്ത് മൃഗത്തെ കൊണ്ടുപോകുമ്പോൾ അതിനെ ഗൗരവത്തോടുകൂടി വലിച്ച് ഇടങ്ങേറാക്കി അല്ലെങ്കിൽ അടിച്ച് തൊളിച്ച് അങ്ങനെ കൊണ്ടുപോകരുത്. വളരെ മയമായ രൂപത്തിൽ സ്നേഹപൂർവമായി ആ മൃഗത്തെ കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ആ മൃഗത്തിനൊരു പ്രയാസം ഉണ്ടാകരുത്. അത്രയും ഉത്തമമായ ഒരു ഇബാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഓർമ്മയിൽ വളരെ ശ്രദ്ധ ആ സമയത്തൊക്കെ ഉണ്ടാവണം എന്നാണ് കിതാബുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അറവ് നടത്തുന്ന ആളുകൾ വീടുകളിൽ വെച്ചാകുമ്പോൾ അവരുടെ കുടുംബങ്ങളും എല്ലാവരും വന്നു നിന്ന് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് അത് നിർവഹിക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നത്. പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കുകൊള്ളുക, അതൊക്കെയാണ് അന്നത്തെ ചെയ്യേണ്ടത്. തക്ബീറുകളും ദുആകളും ഒക്കെയായി ആ ഇബാദത്ത് നന്നാക്കി മനോഹരമാക്കി തീർക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അനുഷ്ഠിക്കുന്ന നോമ്പുകളും ചൊല്ലുന്ന ദിക്ർ തസ്ബീഹുകളും എല്ലാം വണ്ണമായ പ്രതിഫലമുള്ള അമലായി അള്ളാഹു നമുക്ക് ആക്കി തരട്ടെ. കൂടുതൽ നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഓരോരുത്തർക്കുമുള്ള എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളെ അള്ളാഹു നീക്കിത്തരട്ടെ. ഓരോരുത്തർക്കുമുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.